ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും, എല്ലാം ഒരുമിച്ച് തകർന്നു വീഴുന്ന പോലെ തോന്നുന്ന. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ മാറിപ്പോകും. നിങ്ങൾ പണിത സ്വപ്നങ്ങൾ പൊളിഞ്ഞു പോകും. നിങ്ങൾ കരുതിയ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകും. ആ നിമിഷത്തിൽ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ഞാൻ? പക്ഷേ ഒരു സത്യം അറിയാം, ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. കാരണം ചിലപ്പോൾ തകർച്ച അനിവാര്യമാണ്, പഴയ നിങ്ങളെ പൊളിച്ച് പുതിയ ശക്തനായ നിങ്ങളെ നിർമ്മിക്കാൻ. ഇപ്പോൾ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ? കരയുന്നുണ്ടോ? നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടോ? ശരി, വേദനിക്കൂ, കരയൂ. പക്ഷേ അവിടെ തന്നെ നിൽക്കരുത്. കാരണം ഇരുട്ട് ശാശ്വതമല്ല, ഈ തകർച്ചയും ശാശ്വതമല്ല. ഓരോ കൊടുങ്കാറ്റിനും ശേഷം ഒരു പുതിയ ആകാശമുണ്ടാകും. ഓർക്കൂ, നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിരുന്നതല്ല. ചില ആളുകൾ പോകുന്നത് നിങ്ങളുടെ സമാധാനത്തിനു വേണ്ടി. ചില പരാജയങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളെ വലിയ വിജയത്തിനായി തയ്യാറാക്കാൻ. ചില തകർച്ചകൾ വരുന്നത് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ തിരിച്ചറിയാൻ. ഇപ്പോൾ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. 1, തകർന്നതിലിരുന്ന് കരയുക. 2, ആ തകർന്ന കഷണങ്ങൾ കൊണ്ട് ഒരു പുതിയ നിങ്ങളെ പണിയുക. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേത്. കാരണം ചരിത്രം എഴുതിയത് ഒരിക്കലും വീഴാത്തവരല്ല, വീണിട്ടും വീണ്ടും എഴുന്നേറ്റവരാണ്. നിങ്ങളെ തകർത്ത ഈ സമയം നിങ്ങളുടെ അവസാനമല്ല, ഇത് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനാണ്. ഇന്ന് നിങ്ങൾ വേദനയിലായിരിക്കാം, പക്ഷേ നാളെ ഇന്നത്തെ ഈ വേദന നിങ്ങളുടെ ശക്തിയുടെ കഥയായിരിക്കും. ഒരു ദിവസം നിങ്ങളെ തകർത്ത അതേ ജീവിതം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. അതുകൊണ്ട് എല്ലാം തകർന്നു പോകുമ്പോൾ ഓർക്കുക, ഇത് അവസാനമല്ല, ഇത് നിങ്ങളുടെ പുതിയ തുടക്കമാണ്. തകർന്നു പോകരുത്, പുനർനിർമ്മിക്കൂ. കരയരുത്, എഴുന്നേൽക്കൂ. കാരണം നിങ്ങളുടെ ഏറ്റവും ശക്തമായ രൂപം ഇപ്പോഴാണ് ജനിക്കുന്നത്. നിങ്ങൾ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കാരണം ഇപ്പോൾ തകർന്നുപോയി എന്ന് തോന്നുന്ന മറ്റൊരാൾക്കും ഇതൊരു പുതിയ തുടക്കമാകാം.